എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി എല്ലായ്പ്പോഴും റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. അപ്പോൾ ഇത്ര വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിൽ ഇത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, അതുപോലെ വിജയശതമാനം ഇത്രയാണ്, അതുപോലെ എത്ര വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് പരാജയപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ടുള്ള സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കുന്നത്, സേ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക, അതുപോലെ ഏതൊക്കെ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ A+ കിട്ടിയിട്ടുള്ളത്, അതുപോലെ പരീക്ഷ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ച സ്കൂൾ ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജില്ല ഏതാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ A+ ഉള്ള ജില്ല ഏതാണ് എന്നിങ്ങനെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ SSLC റിസൾട്ടിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ മന്ത്രി നാളെ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഈ ഒരു ഡീറ്റെയിൽസുകൾ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക്, അതായത് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ഏകദേശം നിങ്ങൾക്ക് 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് അറിയുക. അതായത് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം സാധാരണഗതിയിൽ ഏകദേശം, അതായത് 3 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3:30-4 മണി ആ ഒരു ടൈമിനുള്ളിൽ, ഏകദേശം ഒരു 4 മണിയാകും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിലാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. അതുപോലെ തന്നെ 4 മണിയാകുമ്പോഴേക്കും വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് വെബ്സൈറ്റിലൊക്കെ വളരെയധികം തിരക്കുണ്ടാവും. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും വെബ്സൈറ്റിലേക്ക് റിസൾട്ട് അറിയാനായിട്ട് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ ട്രാഫിക് കൂടുതൽ ആവുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ പേജ് തന്നെ ലോഡായിട്ട് കിട്ടണം എന്നില്ല. കാരണം നിലവിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഈ ഒരു പേജ് കാണാം. എന്നാൽ നാളെ ഈ ഒരു 3 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജ് ലോഡ് ആകുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിരവധി വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ പരീക്ഷാ ഭവൻ, അതുപോലെ SSLCexam.kerala.gov.in എന്നിങ്ങനെ വിവിധ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു വൈകുന്നേരം 5 മണി, 6 മണി, 7 മണി ആവുന്ന ടൈമിലൊക്കെയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് എല്ലാവർക്കും സാധിക്കത്തുള്ളൂ. ചില വിദ്യാർത്ഥികൾക്കെങ്കിലും നേരത്തെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് വെബ്സൈറ്റിലെ തിരക്കും അതുപോലെ ട്രാഫിക്കും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ SSLCയുടെ പരീക്ഷാഫലം എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് സ്കൂളിൻ്റെ കോഡ് എന്ന് പറയുന്നത്. സ്കൂൾ കോഡ് നൽകിയാൽ മാത്രമേ നിങ്ങളുടെ സ്കൂളിൻ്റെ റിസൾട്ട്, സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്കൂൾ വൈസ് റിസൾട്ട് അറിയുക എന്നുള്ളത് പറയാം. ആദ്യം തന്നെ നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് മനസ്സിലാക്കണം. എന്താണ് സ്കൂളിൻ്റെ കോഡ് എന്ന് പറയുന്നത്? ഹയർ സെക്കൻഡറിയുടെ കോഡും ഹൈസ്കൂളിൻ്റെ കോഡും രണ്ടും മാറ്റമാണ്. അപ്പോൾ ഹൈസ്കൂളിൻ്റെ കോഡ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് parishabhavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC, അതുപോലെ SSLC HI, അതുപോലെ തന്നെ SSLC, അതായത് ഈ ഒരു SSLC HI ഇതുപോലെ വിവിധ സ്കൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വിവിധ സ്കൂളുകളിലെ ജസ്റ്റ് ഇതുപോലെ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ SSLC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു SSLC എന്നുള്ള SSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് പേജ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ, അതായത് സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് SSLC എക്സാമിനേഷൻ ഗവൺമെൻറ് ഓഫ് കേരള SSLC സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റവന്യൂ ഡിസ്ട്രിക്ട്, നിങ്ങളുടെ ജില്ല ഏതാണ്, നിങ്ങൾ ഏത് ജില്ലയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്, അപ്പോൾ ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട്, അതായത് വിദ്യാഭ്യാസ ജില്ല ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ല ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നും സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ്, അതായത് ഇവിടെ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആ ഒരു ജില്ല മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ജില്ല, അതായത് വിദ്യാഭ്യാസ ജില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇവിടെ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്കൂളിൻ്റെ, അതായത് സീരിയൽ നമ്പർ, സ്കൂൾ കോഡ്, UISC ID, അതുപോലെ തന്നെ സ്കൂൾ നെയിം ആൻഡ് അഡ്രസ്സ്, അതുപോലെ സ്കൂൾ ടൈപ്പ്, അതുപോലെ മീഡിയം അവൈലബിൾ, അതായത് ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ, അല്ലെങ്കിൽ ബോത്ത് ഇംഗ്ലീഷ് മീഡിയം അതുപോലെ മലയാളം ഉള്ളതാണോ എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ സ്കൂളിൻ്റെ ആ ഒരു അഡ്രസ്സ് കൊടുത്തെടുത്ത് നിങ്ങൾ ഏത് സ്കൂളാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ പേര് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് മുകളിലായിട്ട് തന്നെ സ്കൂളിൻ്റെ കോഡ് എത്രയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് അത് ഇതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സ്കൂളിൻ്റെ പേര് കൊടുത്തതിന് മുകളിലായിട്ട്, അതായത് ആദ്യം സ്കൂളിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടാവും. സീരിയൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് സ്കൂൾ ആണ് നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ പേര് നോക്കുക. അതുപോലെ തന്നെ ആദ്യം സീരിയൽ നമ്പർ ഉണ്ടാവും, രണ്ടാമത് സ്കൂളിൻ്റെ കോഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെയുള്ള ഈ ഒരു results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിലവിൽ റിസൾട്ട് പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ
രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗം, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗം, അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ഭാഗം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക, അതുപോലെ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്നതും ആണ്. ഇനി സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിന്റെ മുകളിലായിട്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സ്കൂളിന്റെ കോഡ് നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബോക്സിൽ, അതായത് ഇതുപോലെ അടുത്ത പേജിൽ നിങ്ങൾക്ക് സ്കൂൾ കോഡ് നൽകാനുള്ള ഭാഗം ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സ്കൂളിന്റെ കോഡ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സ്കൂളിന്റെ കോഡ് നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ SSLC പഠിച്ചിട്ടുള്ള സ്കൂളിന്റെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ട്, അതുപോലെ ഓരോ വിദ്യാർത്ഥികളുടെ മാർക്ക് ഡീറ്റെയിൽസ്, അതായത് ഗ്രേഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്കൂൾ വൈസ് റിസൾട്ടും ഇൻഡിവിജ്വൽ റിസൾട്ടും പരിശോധിക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.